അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 281-ാമത്തെ വചനത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്ന ശ്രദ്ധേയമായൊരു സൂക്തമാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം സുമ തുവഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ചതായ കർമ്മങ്ങളുടെ കൃത്യമായ പരിപൂർണമായ പ്രതിഫലം അവന് നൽകപ്പെടുകയും ആരോടും അക്രമവും അനീതിയും കാണിക്കാത്തൊരു ദിവസം, ആ ദിവസത്തെ സൂക്ഷിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയും തഖ്വയും ആവശ്യമാണ്. ആ സൂക്ഷ്മതയുടെയും തഖ്വയുടെയും മാർഗത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം. കഴിഞ്ഞ റമദാൻ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അവരാരും ഈ റമദാൻ മാസമില്ല. അടുത്ത റമദാൻ മാസം വരെ നമ്മിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അള്ളാഹു തന്ന ഈ അവസരത്തെ നന്നായി വിനിയോഗിക്കുവാനും മരണാനന്തര ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കുവാനും, ദുനിയാവിൽ സമ്പാദിക്കുന്നത് പോലെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹ് എടുക്കുന്ന, നാം ഈ ദുനിയാവിൽ നിന്ന് പിട പറയുന്ന വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നമുക്ക് ഓർക്കാൻ കഴിയണം. മറ്റുള്ളവരാൽ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കപ്പെടുന്ന ആ ദിവസം എന്നാണ്, എപ്പോഴാണ് നമുക്കറിഞ്ഞുകൂടാ. ആ ദിവസം മുന്നിൽ കണ്ടു വേണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പാതയും, ഓരോ ചലനങ്ങളും, ഓരോ സഞ്ചാരവും, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.